നമസ്കാരം. ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് യോഗ്യത ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി. വളരെ കാലമായി ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ യോഗ്യതയുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷൻ മുമ്പുണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ മാറി 10ാം ക്ലാസ് യോഗ്യതയുള്ള അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ PSCക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായാലും നിങ്ങൾക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ ജോലിയിലെ നമുക്ക് കിട്ടില്ലല്ലോ, പരീക്ഷ ഇംഗ്ലീഷിലല്ലേ ഒന്നൊന്നും വിചാരിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. വെറും 10ാം ക്ലാസ് യോഗ്യതയുള്ള എളുപ്പത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചലഞ്ചർ ആപ്പ് ആരെങ്കിലും ഉപയോഗിക്കുന്നില്ല, ഇൻസ്റ്റാൾ ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പിനകത്ത് ഗ്രൂപ്പ് ഡി NTPCയുടെയും RRB NTPCയുടെയും RRB ഗ്രൂപ്പ് ഡിയുടെയും കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണെങ്കിൽ PSCയുടെ റീസെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. SSC CHSL MTS പോലത്തെ കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ ഇത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത് റീസെന്റ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് പുറത്തിറക്കിയ ഒരു നോട്ടീസാണ്. ഈ നോട്ടീസ് പ്രകാരം പറയുന്നുണ്ട് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലോട്ടുള്ള അപ്ലിക്കേഷൻ 2025 ജനുവരി 23 തൊട്ട് ആരംഭിക്കാൻ പോകും. അതായത് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ. ഈ ഡേറ്റ് തൊട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ച് തുടങ്ങാൻ സാധിക്കും. പിന്നീട് 2025 ഫെബ്രുവരി മാസം 22 അതായത് എക്സാക്ട്ലി ഒരു മാസം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സമയം കിട്ടുന്നുണ്ട്. ഫെബ്രുവരി 22 11:59 PM വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇത് ആദ്യം മനസ്സിലാക്കുക. അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്, ആപ്ലിക്കേഷൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാം. മനസ്സിലാക്കുക, പാൻ ഇന്ത്യ ലെവലിൽ 32,000 വാക്കൻസികളാണ് അപ്രോക്സിമേറ്റ്ലി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റെയിൽവേയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോട്ടീസിൽ 32,000 വാക്കൻസികൾ അപ്രോക്സിമേറ്റ് അവർ എടുത്ത് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ ഗ്രൂപ്പ് ഡിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ 33 വയസ്സ് വരെയാണ് സാധാരണ ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ കോവിഡ് റിലാക്സേഷൻ്റെ ഭാഗമായിക്കൊണ്ട് ഇതിപ്പോൾ 36 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ള ക്ലോസ് ഉണ്ട്. മാത്രമല്ല 5 വർഷം SC STക്കും 3 വർഷം OBCക്കും നിയമാനുസൃതമായിട്ടുള്ള റിലാക്സേഷനൊക്കെ അപ്പർ ഏജ് ലഭിക്കുന്നതായിരിക്കും. അതായത് OBC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 39 വയസ്സ് വരെയും SC ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 41 വയസ്സ് വരെയും അപേക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട സമയം പോലും ആയിട്ടില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് മറ്റുള്ള PSC പരീക്ഷകളെ പോലെയല്ല, ഇതിന് അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അത് 500 രൂപയാണ് ജനറൽ വിഭാഗത്തിന്. പിന്നെ റിസർവേഷനിലെ കാറ്റഗറിക്കാണെങ്കിൽ 250 ഇത് റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട. ഇനി ഇതിന്റെ യോഗ്യത, ഇതാണ് എല്ലാവരെയും കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പ് ITക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കാൻ പറ്റുള്ളായിരുന്നു, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റീസെന്റ് വന്നിരിക്കുന്ന 2 ദിവസം മുമ്പ് വന്നിരിക്കുന്ന ഈ ഒരു ക്വാളിഫിക്കേഷന്റെ ക്ലാരിഫിക്കേഷനിലൊക്കെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷൻ ആണെങ്കിൽ 10th പാസ്, അതായത് 10ാം ക്ലാസ് പാസ്സായിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അല്ലെങ്കിൽ ITI, അല്ലെങ്കിൽ നമ്മുടെ അപ്രന്റിസ്ഷിപ്പ് കഴിഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഓക്കെ, അല്ലെങ്കിൽ ഇക്വിവലന്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ITI പാസ്സായിരിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുന്ന ആളുകൾക്കും ഈ ഒരു യോഗ്യത പ്രകാരം ക്വാളിഫിക്കേഷൻ പ്രകാരം അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ PSCക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലികൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു അവസരം തന്നെയാണിത്. ഒരു കാരണവശാലും ഇതിൽ നിന്ന് മാറി നിൽക്കരുത്. ഓക്കെ, റെയിൽവേ എന്ന് പറയുമ്പോൾ വലിയ അവസരമാണ് സൃഷ്ടിക്കുന്നത്. 32,000 വാക്കൻസികൾ. നമുക്കറിയാം നമ്മുടെ PSCയിൽ LDC എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെ, PSCയിൽ LDC എന്നൊക്കെ പറയുന്ന പോലെ റെയിൽവേയുടെ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു തസ്തികയാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പം അത്രയും വാക്കൻസി ഉണ്ടാവാറുണ്ട്. PSC സംബന്ധിച്ചിടത്തോളം 10, 12, 10,000 അല്ലെങ്കിൽ 12,000 മാക്സിമം വാക്കൻസികൾ ഒരു LDC സീസണിൽ ഫില്ല് ചെയ്യപ്പെടാറുള്ളൂ. പക്ഷേ ഇത് 32,000 വാക്കൻസികൾ ഫില്ല് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതൽ വാക്കൻസികൾ വരാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഇത് അപേക്ഷിക്കാതിരിക്കരുത്. എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതിൻ്റെ ഒരു എക്സാമിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലോട്ട് കിടക്കുകയാണെങ്കിൽ CBT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഒറ്റ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ.
അത് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പാരിറ്റീവ്ലി മറ്റുള്ള പരീക്ഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറച്ച് കൂടാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരുപാടൊന്നും കൂടാറില്ല. കഴിഞ്ഞ വർഷം 50 എന്തോ ആയിരുന്നു, 55 56 അങ്ങോട്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. മാത്രമല്ല ഇതിന് ഈ ഒരു പരീക്ഷയ്ക്ക് ശേഷം ഫിസിക്കൽ ടെസ്റ്റും കൂടി ഉള്ളതുകൊണ്ട് ഒത്തിരി കട്ട് ഓഫ് കൂട്ടുന്ന ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ വേണ്ട. അപ്പോൾ CBT ആണ്, ഒറ്റ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. രണ്ടാമത് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കൽ ടെസ്റ്റ് നമ്മുടെ ഈ ഭാഗത്തുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ചെന്നൈയിൽ വെച്ചിട്ടായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു OMR ടെസ്റ്റിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ എലിജിബിൾ ആണെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ശേഷം തന്നെ നിങ്ങളുടെ ടെസ്റ്റ് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം സ്കോർ നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ ഫിസിക്കൽ ടെസ്റ്റിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം വളരെ വൈകാതെ തന്നെ റിസൾട്ട് വരും. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ സമയം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അത് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഇതിൻ്റെ ഒരു സിലബസ് നോക്കുകയാണെങ്കിൽ, ഓക്കെ, സിലബസ് നോക്കുമ്പോൾ ജനറൽ സയൻസ്, ഓക്കെ, സയൻസ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. സയൻസിന് വലിയ പ്രാധാന്യമുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ജനറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ മാത്തമാറ്റിക്സിന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ മാത്സും സയൻസും മാത്രം എത്രയാണ്? 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ റീസണിങ്ങിന് മാത്രം 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, 30 മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ 50 മാർക്ക് മാത്സും സയൻസും ചേർന്നിട്ടായി. പിന്നെ 30 മാർക്ക് റീസണിങ്ങും കൂടെ ചേർന്നിട്ട് മൊത്തം 80 മാർക്കായി. ബാക്കി 20 മാർക്ക് മാത്രമേ എന്തുള്ളൂ? ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് പറയാം. അപ്പോൾ നിങ്ങൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും പോളിറ്റിയും പോലുള്ള വിഷയങ്ങൾ വളരെ ആഴത്തിൽ എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയം സ്പെൻഡ് പഠിക്കേണ്ട ആവശ്യമില്ല. 20 മാർക്ക് മാത്രമേ ആ ഭാഗത്ത് വരുന്നുള്ളൂ. മാത്സും സയൻസും റീസണിങ് നിങ്ങൾ നല്ല നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഇതാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി മാത്സും റീസണിങ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയസ് ആണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 90 മിനിറ്റ് നിങ്ങൾക്ക് സമയമുണ്ട്. 1.5 മണിക്കൂർ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണെങ്കിൽ 120 മിനിറ്റ്, അതായത് 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഈ 100 ക്വസ്റ്റ്യൻസ് ഈ ഒരു സിലബസ് അടിസ്ഥാനത്തിൽ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ഓൺലൈൻ ടെസ്റ്റാണ്. അപ്പോൾ മാക്സിമം മോക്ക് ടെസ്റ്റുകളും പരിശീലനമൊക്കെ ആപ്പുകൾ വഴിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് ശീലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ശീലം നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനി ഇതിന്റെ പരീക്ഷയുടെ ലാംഗ്വേജ് ആണ്. നമുക്ക് ഇംഗ്ലീഷിൽ പരീക്ഷയുണ്ട്, അതുപോലെ തന്നെ ആണെങ്കിൽ മലയാളത്തിൽ പരീക്ഷയുണ്ട്. മലയാളത്തിൽ പരീക്ഷ എഴുതാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ, മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ലാംഗ്വേജ് മലയാളം കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കും. മലയാളത്തിൽ ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിലവിൽ നമുക്ക് മലയാളത്തിലടക്കം ക്ലാസ്സുകൾ ചലച്ചിത്ര ആപ്പിൽ ഉൾപ്പെടെയൊക്കെ ലഭ്യമാണ്. അപ്പോൾ മലയാളത്തിൽ, അതായത് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സ്വാഭാവികമായിട്ടും, ഇപ്പോൾ നമ്മുടെ LDCക്ക് മറ്റൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും മലയാളത്തിലുള്ള കണ്ടന്റ് പഠിച്ച് ശീലിച്ചതുകൊണ്ട് പെട്ടെന്ന് ഇംഗ്ലീഷിൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ രീതി നിങ്ങൾ മാറ്റണ്ട, മലയാളത്തിൽ തന്നെ പഠിച്ചാൽ മതി. കാരണം മലയാളത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് മലയാളത്തിലുള്ള പഠനം ധാരാളമാണ്. ചലച്ചിത്ര ആപ്പിൽ ഗ്രൂപ്പ് ഡിയുടെ കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. NTPCയുടെ കോച്ചിങ് ഓൾറെഡി വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലൂടെ ഗ്രൂപ്പ് ഡിയുടെ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് ആപ്പിനകത്തുള്ള ഈ ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് ആപ്പിന്റെ ഹോം പേജിലുള്ള കോഴ്സ് എന്ന് പറയുന്ന ടാബിൽ, ആപ്പിന്റെ ഹോം പേജിലുള്ള കോഴ്സ് എന്ന് പറയുന്ന ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SSC RRB എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് ലഭിക്കുന്നതായിരിക്കും. സിലബസിന്റെ അതേ ഓർഡറിൽ തന്നെ വീഡിയോ ക്ലാസ്സുകളും നോട്ടുകളും പരിശീലിക്കാനുള്ള ചോദ്യങ്ങളും എല്ലാം നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ആരും അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത്. 23-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.